വിളക്കന്നൂരിലേക്കുള്ള തീർത്ഥയാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് മുണ്ടൂർ പള്ളിയും ചേർന്നുള്ള കപ്പേളയുമാണ്. ശക്തമായ മഴയും മിന്നലും ഉള്ളതുകൊണ്ട് പ്രതീക്ഷിച്ചത്ര വീഡിയോസുകളൊന്നും ഇവിടെ കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല ഞങ്ങളുടെ ബസ് ഏകദേശം 1 മണിക്കൂറിലധികം വൈകിയാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത്. കപ്പേളയ്ക്കരികിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിലേക്ക് മാറി നിന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ബസ് വന്നു. മനോഹരമായി അലങ്കരിച്ച ഒരു ബസ്സായിരുന്നു. ചെറിയ പ്രാർത്ഥനകളോടെല്ലാം കൂടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഏകദേശം ഒരു 5-5:30 മണിയോട് കൂടി നമ്മൾ ഈ ഒരു റെസിഡൻസിയിൽ എത്തിച്ചേർന്നു. ഇവിടെയാണ് നമ്മുടെ ഫ്രഷപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ബസ്സുകൾ ഒരുമിച്ച് വന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഫ്രഷപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പള്ളി ആയതുകൊണ്ടും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും വളരെ സ്പീഡിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നത്. പലർക്കും ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ല. ഇവിടെ കുറച്ച് വിജനമായ സ്ഥലം പോലെയാണ് കാണപ്പെട്ടത്. തിരക്കായി വരുന്നേ ഉള്ളൂ. ഇതാണ് പള്ളിയിലേക്ക് പോകുന്ന മനോഹരമായ വഴി. തലേദിവസം പെയ്ത മഴയുടെ ഭംഗിയാണ് ചുറ്റും കാണുന്നത്. നിറയെ പച്ചപ്പും ചെറിയ കോടയുമൊക്കെയായി നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അകലെ കോട ഇറങ്ങി നിൽക്കുന്നത് കാണാം. ഏകദേശം 2-2.5 കിലോമീറ്ററാണ് ഞങ്ങൾ ഫ്രഷപ്പിന് പോയ ഹോട്ടലിൽ നിന്നും ദേവാലയത്തിലേക്കുള്ള ദൂരം. ഇതൊരു ഹൈ റേഞ്ച് കയറി പോകുന്നൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പള്ളി നിൽക്കുന്നത് ഒരു ഉയർന്ന പ്രദേശത്താണ്. ചുറ്റും മലനിരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ക്ലോസ് ഷോട്ടുകൾ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് കാണാം. പള്ളി എത്തിച്ചേർന്നു. അപ്പോൾ വണ്ടി നമ്മൾ സൈഡാക്കി. കാരണം പള്ളിയുടെ മുകളിലേക്ക്, അതായത് ഒരു തിട്ടയുടെ മുകളിലാണ്, ചെറിയൊരു ഉയരത്തിലാണ് പള്ളി നിൽക്കുന്നത്. അവിടേക്ക് വണ്ടി കയറാനുള്ള സൗകര്യമില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സൈഡിൽ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്. ഞങ്ങൾ പതിയെ ദേവാലയത്തിലേക്ക് നടന്നു. കുറച്ച് മുകളിലായാണ് ദേവാലയം കാണാൻ സാധിക്കുക. അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം, വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുത നഗർ. അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പടവുകളുണ്ട്. അതിൽ ചവിട്ടി വേണം മുകളിലേക്ക് എത്താൻ. പ്രഭാതമായതുകൊണ്ടും തിരക്ക് കുറവായതുകൊണ്ടും പയ്യെ നടക്കാൻ സാധിച്ചു. നേരെ കയറി ചെല്ലുന്നത് ക്രൈസ്റ്റ് ദ കിങ് സ്റ്റാച്യൂവിലേക്കാണ്. പള്ളിയുടെ പേര് അനർത്ഥമാക്കുന്ന ക്രൈസ്റ്റ് ദ കിങ് സ്റ്റാച്യു നിങ്ങൾക്കവിടെ കാണാം. ഇരുവശങ്ങളിലുമായി 2 ഗോവണിപ്പടികളുണ്ട്. അകലെ മലനിരകൾ വ്യക്തമായി കാണാം. താഴെ ആളുകൾ പടവുകൾ കയറി വരുന്നത് കാണാം. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും കുർബാന ഏകദേശം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പള്ളി സാമാന്യം നല്ല ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചുറ്റുപാടുകളെല്ലാം കാണാൻ നല്ല സ്റ്റൈലാണ്. അകലെ മലനിരകൾ കാണാം. മുടക്ക ദിവസമാണെങ്കിലും തിരക്ക് കൂടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് തന്നെ കയറാനായിട്ട് സാധിച്ചു. ഉള്ളിൽ കുർബാന നടക്കുന്നുണ്ട്.
കർത്താവിൻ്റെ മുഖം പതിഞ്ഞ തിരുവോസ്തി അങ്ങകലെ പള്ളിയിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2013 നവംബർ 15 ഈ ഒരു അത്ഭുതം ഈ ദേവാലയത്തിൽ സംഭവിക്കുന്നത്. ഏകദേശം 12 കൊല്ലത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷമാണ് വത്തിക്കാൻ ഈ തിരുവോസ്തി പൊതുവണക്കത്തിനു വേണ്ടി ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആളുകൾ ഈ മഹാത്ഭുതം കാണുവാനായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തിരുവോസ്തിയിൽ കർത്താവിൻ്റെ വളരെ വ്യക്തമായ ഒരു മുഖം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചിത്രം ഇതുവരെ കാണാത്ത ഒരു ചിത്രമാണ്. നമ്മളാരും ഇങ്ങനെയൊരു കർത്താവിൻ്റെ മുഖം ദർശിച്ചിട്ടുണ്ടാവില്ല. ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു മുഖം, ഒരു ഛായാചിത്രം കാണപ്പെടുന്നത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി വന്ന റിസൾട്ടിൽ അപ്പത്തിൻ്റേതായ ഭാഗങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഒരു ഫോറിൻ സബ്സ്റ്റൻസും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്, സയൻറ്റിഫിക് റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ ഇതൊരു അസാധാരണ അത്ഭുതമായി കണക്കാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസും അതിൻ്റെ വിവരണങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഓൺലൈനിലും ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ നിന്ന് വായിച്ച് എടുക്കാവുന്നതാണ്. ഇത് പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഓർഡറും അതുമായി നടന്നിട്ടുള്ള ഒഫീഷ്യൽ പ്രോസസ്സും കാര്യങ്ങളുമാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. പള്ളിയുടെ ഉൾവശമാണിത്. ചെറിയ പള്ളിയാണെങ്കിലും വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്. ഇപ്പോൾ ആദ്യത്തെ മാസ് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ചിലർ കൊന്ത ചെല്ലുന്നുമെല്ലാം നമുക്ക് കാണാം. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആരും അത് തടയുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് മാക്സിമം വീഡിയോസും ഫോട്ടോസും എടുക്കാനൊക്കെ ആയിട്ട് അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഇത് പള്ളിയുടെ മുൻവശമാണ്. അകലെ മലനിരകളും കോടമഞ്ഞുമൊക്കെ വളരെ മനോഹരമായിട്ട് കാണാം. വികാരിയച്ഛൻ്റെ അഭ്യർത്ഥന മാനിച്ച് പള്ളി പരിസരം അവിടെ വന്ന് തീർത്ഥാടകർ വൃത്തിയാക്കിയിടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് പള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന പള്ളിയുടെ കൗണ്ടർ. ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങൾ, കൊന്ത, കാശുരൂപം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് അവസരമുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടവ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇതാണ് പള്ളിയിലെ മാസിൻ്റെ ടൈമിങ്ങും മറ്റും ദിവസങ്ങളിലെ ആരാധനാക്രമങ്ങളും എല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരിക്കൽ കൂടി ആ മഹാത്ഭുതത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോഴും ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. പള്ളിയിൽ ചെറുതായി തിരക്ക് കൂടി വരുന്നുണ്ട്. പുതിയ തീർത്ഥാടകരും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ചെറിയൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സമയം ആയിരിക്കുകയാണ്. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം 1-2 തീർത്ഥാടക കേന്ദ്രങ്ങളിൽ കൂടി പോകാനുള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചുറ്റുപാടും ഒന്ന് ക്യാമറ ഓടിച്ചുകൊണ്ട് അവിടുത്തെ ആ അന്തരീക്ഷം ഞങ്ങളെ കാണിക്കുകയാണ്.
കോട ഇപ്പോഴും പോയിട്ടില്ല. പുതിയ തീർത്ഥാടകരുടെ വണ്ടികൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് സെലീൻ കണ്ണനായ്ക്കൽ സിസ്റ്ററിൻ്റെ ഖബറിടത്തിലേക്കാണ്. ഈയിടെ ഫ്രാൻസിസ് പാപ്പ വെനറബിളായി പ്രഖ്യാപിച്ച സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ബസ് താഴെ വന്ന് നിൽക്കുന്നത് കാണാം. ഒരിക്കൽ കൂടി ക്രൈസ്റ്റ് ദ കിങ് സ്റ്റാച്യുവിലേക്കാണ് ഞാൻ പോകുന്നത്. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നു.